അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഷിഫയുടെ ഉമ്മ വിചാരിക്കുകയായിരുന്നു, എന്താ റബ്ബെ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത്. അവരാണെങ്കിൽ പെണ്ണ് ചോദിക്കുകയും ചെയ്തു. ഇവളുടെ ഉപ്പ പിന്നീട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞതുമല്ല. എന്തായാലും ഇന്ന് വിളിക്കുമ്പോൾ ചോദിച്ചു നോക്കണം, അല്ലെങ്കിൽ അവർ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ പറ്റുന്നുണ്ടെങ്കിൽ പറ്റുമെന്ന് പറയാം, അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കണം. കാരണം ഞമ്മക്ക് പറ്റൂല്ലെങ്കിൽ ഓല് വേറെ പെണ്ണ് നോക്കിക്കോട്ടെ. പക്ഷെ എന്നാലും ഒരു ഒഴിവാക്കാന്ന് പറഞ്ഞാൽ വലിയൊരു നഷ്ടമാണ്. ഇനി ഇതുപോലത്തെ നല്ലതൊക്കെ എവിടെ കിട്ടാനേ? ഷിഫയുടെ ഉമ്മയുടെ മനസ്സിൽ അതായിരുന്നു ചിന്ത. അപ്പോൾ ഷിഫേദ അങ്ങോട്ട് വരുന്നു. മോളെ, എന്താ പിന്നെ ഓരോട് പറയാ? ആ ഉമ്മയാണെങ്കിൽ വന്ന് ചോദിച്ചും ചെയ്തു, പിന്നെ നമ്മളെ ഭാഗത്തൊന്നും കിട്ടിയിട്ടുമില്ല. ഷിഫ ചോദിച്ചു, അല്ലമ്മ ഉപ്പ എന്താ പറഞ്ഞത്? ഉപ്പൊന്നും പറഞ്ഞില്ലേ? മോളെ, അതിനെക്കുറിച്ച് ഉപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കാം. ഉപ്പ ഒന്നും പറഞ്ഞില്ല എന്ന് കേട്ടപ്പോൾ തന്നെ ഷിഫക്ക് നിരാശയായി. പഠിച്ചോനെ, അത് ഇല്ലാതാവോ എന്താന്നാവോ. എന്നാൽ അതിൻ്റെ തലേ ദിവസം ഷിഫയുടെ ഉപ്പ തൻ്റെ സ്നേഹിതനോട് പറയുകയായിരുന്നു തൻ്റെ മോളുടെ കല്യാണകാര്യത്തെക്കുറിച്ച്. വലിയ തറവാട്ടുകാരാണൊക്കെ എന്ന് പറഞ്ഞു കേട്ടത്. പിന്നെ ചെക്കന് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അവൻ ഫാർമസിസ്റ്റാണ്. അതുപോലെ ഗൾഫിൽ സൂപ്പർ മാർക്കറ്റ് കാര്യമൊക്കെ അവൻ്റെ പേരിൽ തന്നെ സ്വന്തമായിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും നാട്ടിലേക്കൊന്ന് പോകേണ്ടി വരും ചിലപ്പോൾ, മിക്കവാറും പെണ്ണിൻ്റെ നിക്കാഹ് ഇങ്ങനെ കഴിച്ചു പോരാലോ എന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്കറിയോ അവരുടെ ഇനീഷ്യൽ ചോദിച്ചപ്പോൾ ഉപ്പ പറഞ്ഞു കൊടുത്തു. എവിടെയോ ഒരു കേട്ട പരിചയമുണ്ട്. മറ്റേ സ്നേഹിതന് ആ നാട്ടുകാരനാണ്. അപ്പോൾ ഞാൻ മൂപ്പരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. അത് കേട്ടപ്പോൾ തന്നെ അയാൾ അതിനതാ മറുപടി കൊടുക്കുന്നു. പൊന്നാരി ചങ്ങയ്യേ, വേറെ എവിടേക്ക് കല്യാണം ഉണ്ടാക്കിയാലോ അവിടേക്ക് ഉണ്ടാക്കരുത് കേട്ടോ. നമ്മളെ കുട്ടികളാണ് പെടലേക്കാരം. പിന്നെ നമുക്ക് നമ്മളെ കുട്ടികളെ ഇങ്ങോട്ട് നോക്കണ്ട. അത് അപ്പോൾ തന്നെ അയാളതാ ഷിഫയുടെ ഉപ്പയോട് പറയുന്നു. ഇങ്ങനെയാണ് അവൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലൊക്കെ അന്വേഷിച്ച് ചെയ്യായിരിക്കും നല്ലത്. അതെന്താന്നാവല്ലേ, അതൊക്കെ ഒരു കഥയാണല്ലോ. അങ്ങോട്ടൊന്നും ആരും പെൺകുട്ടികളെ കെട്ടിക്കരുതെന്നാണ് പറയണത്. ഉപ്പാക്ക് അത് കേട്ടപ്പോൾ ആകെ അങ്ങ് മടുത്തു. പഠിച്ചോനെ, ഇതൊക്കെയാണല്ലേ കേട്ടത്. ഇനിയിപ്പോൾ എങ്ങനെ ഇത് ഓലോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൽ? അവർക്കാണെങ്കിൽ അത് നല്ലോണം പറ്റുകയും ചെയ്തേക്കണ്. ആ ദിവസം ഷിഫയുടെ ഉപ്പാക്ക് രാത്രി ഒരു സമാധാനം ഇല്ലായിരുന്നു. എൻ്റെ കുട്ടിക്ക് ആദ്യമായിട്ടൊരു കല്യാണം വന്നിട്ട് അതിപ്പോൾ എങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഇനിയിപ്പോൾ അതിനായിട്ട് നിൽക്കുമ്പോൾ. എന്നാൽ പിറ്റേന്ന് ഷിഫയുടെ ഉപ്പ അതാ വിളിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ദാടി ഉപ്പ വിളിക്കുന്നു. ഷിഫ മോളെ, ദാ. എന്തൊക്കെയാ, ചായ കുടിച്ചോ? ഇക്ക, നിങ്ങളവിടെ നേരം വെളുത്തിട്ടുണ്ടാവില്ലല്ലേ? പുലർച്ചെയായിരിക്കില്ലേ? എന്ത് ഇന്നലെ രാത്രി ഒന്നും വിളിക്കാതിരുന്നത്? ഇന്നലെ രാത്രി വിളിക്കാൻ പിന്നെ പറ്റിയില്ല. അതെന്തേ? ഒന്നുമില്ല. അത് പിന്നെ ഞാൻ വിചാരിച്ചു എക്സ്ട്രാ ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ടായിരിക്കുമെന്ന്. അങ്ങനെയും പറയാം. അപ്പോൾ ഇന്നിപ്പോൾ എന്താ നേരത്തെ വിളിക്കാൻ കാരണം? എടി, നമ്മളെ കുട്ടീൻ്റെ കല്യാണത്തിൻ്റെ കാര്യത്തിനെ കുറിച്ചൊന്ന് പറയാനായിരുന്നു. എന്തേക്കാ? ഞാൻ വിചാരിക്കുമായിരുന്നു നിങ്ങൾ എന്താ അതിന് റീപ്ലൈ ഒന്നും തരാത്തത് എന്നതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞും ചെയ്തു. പിന്നെ ഇൻഷാ അല്ലാ നോക്കാമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞും ചെയ്തു. പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞതുമില്ല. കാരണം അവർക്ക് നമ്മളെന്തെങ്കിലും മറുപടി കൊടുത്താലല്ലേ അതിനനുസരിച്ച് അവർക്ക് നീങ്ങാൻ പറ്റുള്ളൂ. നമ്മളൊന്നും മിണ്ടാതിരുന്നാലേ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ വിചാരിക്കൂലേ എന്നൊക്കെ വിചാരിച്ച് എനിക്ക് ആകെ ഒരു ബേജാറായിരുന്നു. എടി, നമ്മളെ കുട്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ കുട്ടിക്ക് നമുക്ക് വേറെ നോക്കായിരിക്കും നല്ലത്. അതാണ് പോയിക്കോട്ടെ. ഇക്ക, നിങ്ങൾ എന്തേ പറയണത്? അത് വേണ്ടാന്നോ? എന്തേ? അല്ലേ, അതൊക്കെ പറ്റ മോശമാണല്ലോ ആൾക്കാർ. പഠിച്ചോനെ, ആ ചെക്കന്, ആ പുതിയാപ്പിള ചെക്കനൊക്കെ നമ്മൾ കാണുന്ന ആളാണ്. നല്ല ചെക്കനാണല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെ അവരുടെ ഉമ്മ അതാണ് ഒരു പച്ച പാവാണ്. അല്ലടി, അവർ തറവാട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടപ്പോഴേ അത് അവിടുത്തെ ആൾ അത്ര പോരാ എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ നമ്മൾ കരുതി കൂട്ടിയിട്ട് നമ്മളെ കുട്ടിയെ അങ്ങോട്ട് പറഞ്ഞേക്കണോ? നമുക്ക് കുറേ ഒന്നുമില്ലല്ലോ, ആകെ ഒന്നല്ലല്ലോ. ഇക്ക, ഒന്നായാലും 10 നമ്മളെല്ലാം കണ്ടറിഞ്ഞിട്ട് തന്നെ കെട്ടിക്കൊള്ളൂ മക്കളെ. അല്ലാതെ ആർക്കെങ്കിലും ഒന്നും കെട്ടിച്ച് കൊടുക്കൊന്നുമില്ല. എല്ലാം നോക്കി അന്വേഷിച്ച് കണ്ടിട്ട് തന്നെ ഒക്കെ ചെയ്യുള്ളൂ. എടി, അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മോൾക്ക് ഇങ്ങനെ കല്യാണക്കാരും വരുന്ന കാര്യം എൻ്റെ സ്നേഹിതനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ ഇനീഷ്യലൊക്കെ പറഞ്ഞു കൊടുത്തതാക്കി. ഇപ്പോൾ മൂപ്പര് സ്നേഹിതനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് വേണ്ട ചാളി, നമുക്ക് വേറെ തന്നെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ, അവിടേക്ക് കെട്ടിക്കണ്ട, അതാ പറഞ്ഞത്. അപ്പോൾ എന്താ വെച്ചപ്പോൾ വീട്ടുകാർ അങ്ങനെയാണ് പറഞ്ഞിട്ടില്ല, കുറച്ച് മോശമാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കെട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ.
അപ്പോൾ അതാ ഷിഫയുടെ ഉമ്മക്ക് മനസ്സിലായി കാര്യം ബാപ്പയെക്കുറിച്ചായിരിക്കും എന്നുള്ളത്. അല്ലാതെ മോൻക്കും ഉമ്മാക്കൊന്നും യാതൊരു രീതിയിലുള്ള കുഴപ്പമില്ല. ഇക്ക, അതെ, അവർ ബാപ്പാൻ്റെ സ്വഭാവത്തിനെ കുറിച്ചായിരിക്കില്ലേ പറഞ്ഞത്. അത് മൂപ്പര് അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് തോന്നുന്നുണ്ട്. ഇപ്പം എന്തൊക്കെയാ അറിയില്ല. പക്ഷേ ആ മോൻ കെട്ടാൻ പോകുന്ന ചെക്കനും ഉമ്മയൊക്കെ നല്ല ആൾക്കാരാണ്. ഇവിടെ ഏതാ വലിയ അടുത്ത് ഇവർ താമസിക്കണേ. അല്ല, അതെന്താ അത്രയും വലിയ തറവാട്ടുകാരായിട്ട് ഇവിടെ വന്ന് താമസിക്കണെന്താ? ഉപ്പ ചോദിച്ചു. അതെന്തോ ബാപ്പാനെന്തോ പ്രശ്നം കൊണ്ട് പോകുന്നതോ അങ്ങനെ എന്താ തോന്നുന്നുണ്ട്. ആഹാ, എന്നിട്ടാണോ ഡി ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഈ നമ്മൾ വെറുതെ തല വെച്ച് കൊടുക്കണ ഓരോന്നിൽ? അതൊക്കെ അവിടെ ഒഴിവാക്കുക, നമുക്ക് വേറെ നോക്കാം. അല്ലാ, നമ്മളെ കുട്ടീൻ്റെ ഭാവിയല്ലേ നമുക്ക് വലുത്. അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. മോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിക്കണോ? ആ, മോൾക്ക് അറിയാൻ തോന്നുന്നുണ്ട്. ആ, മോളോട് പറഞ്ഞാണ്ടേ നമുക്ക് വേറെ നോക്കാമെന്നുള്ളത് കേട്ടോ. അറിഞ്ഞുകൊണ്ട് നമ്മൾ ഓരോന്നിൽ ചെന്ന് ചാടണ്ടല്ലോ. പിന്നെയെന്ന് വെച്ചാൽ പെൺകുട്ടികളുടെ ജീവിതമാണ്. അങ്ങനത്തെ സ്ഥലത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രയാസമായിരിക്കും. പിന്നെ അവിടെ നിന്ന് പോന്നാലും തന്നെ ഒന്ന് കെട്ടി എന്നുള്ള പേരും ആവും. വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്തേക്ക് തലയിടാൻ പോകുന്നത്. എന്നാൽ ശരി. പിന്നെ എന്താ മോളും മോനൊക്കെ എവിടെ? മോള് കോളേജിൽ പോയോ? ഇല്ല, പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാലും ഈ ഓളോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ കേട്ടോ. കാരണേ നമ്മളെ കുട്ടികളെ ഭാവി നമ്മൾ ശ്രദ്ധിക്കണ്ടേ. പിന്നെ അയ്യടാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു പേടി. അതുകൊണ്ട് എന്നാൽ ശരി, ഞാൻ ഈ കാര്യം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ തന്നെ ഞാൻ പറയാൻ വേണ്ടി വിളിച്ചത്. എന്നാൽ രാത്രി വിളിക്കണം വിചാരിച്ചതാണ്. പിന്നെ ഇനിയിപ്പോൾ രാത്രി ഞാൻ എന്നെ വിളിച്ച് പറഞ്ഞ് ടെൻഷനാക്കണ്ട വിചാരിച്ചിട്ടാണ്. ഇക്ക, എന്നാൽ ശരി. ഷിഫയുടെ ഉമ്മയുടെ മനസ്സിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അതെ, അത്രക്കും ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കല്യാണമാണ് മുടങ്ങുന്നത്. ഓളെ ബാപ്പാക്ക് ഇഷ്ടമല്ലാതെ പിന്നെന്താ? എന്ത് കല്യാണം? ഉമ്മ, ഞാൻ ഇറങ്ങട്ടെ. ഷിഫ അതാ പോകാൻ വേണ്ടി നിൽക്കുന്നു. മോളെ, ഉപ്പയാണ് വിളിച്ചത്. എന്താ പറഞ്ഞത്? മോളെ, ഉപ്പ എന്തമ്മ പറഞ്ഞോളി, എന്തായാലും നിങ്ങൾ പറഞ്ഞോളി. അത് ഒന്നുമില്ല മോളെ, ഞാൻ സ്കൂൾ വിട്ടിട്ട് പറയാതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ പോകുന്ന മകളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് ഉമ്മ അത് പറയാൻ കൂട്ടാക്കിയില്ല. പറയുമ്മ, എന്ത് പറഞ്ഞത്? അതെ മോളെ, അത് അവർ വീട്ടുകാരുടെ സ്വഭാവം അത്ര ശരിയല്ല, ആൾക്കാർ അത്ര നല്ലതല്ല, അങ്ങനെയൊക്കെ ഉപ്പാനോടൊരെ പറഞ്ഞിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പാക്കൊരു പേടി. എന്തിനാ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഓരോന്നിൽ ചെന്ന് ചാടണ്, അതാ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഷിഫയുടെ മുഖം വല്ലാതങ്ങ് വാടി. ഷിഫക്ക് ഒന്നും തന്നെ മിണ്ടാൻ കഴിഞ്ഞില്ല. അവളുടെ മുഖത്ത് ശരിക്കും ആ സങ്കടം നല്ല രീതിയിൽ നിഴലിച്ചിരുന്നു. ഉമ്മാക്കത് കണ്ടപ്പോൾ വിഷമമായി. മോളെ, വിഷമിക്കണ്ട, ഞമ്മക്ക് പഠിച്ചവനെ കരുതിയിരിക്കുകയാണെങ്കിൽ ഹയറാണെങ്കിൽ അതുണ്ടാവും, അല്ല ഷെറാണെങ്കിൽ അതങ്ങ് തട്ടിത്തിരിച്ച് പൊയ്ക്കോട്ടെ. അല്ലാതെ ഉമ്മയുടെ ആ വാക്കുകൾക്ക് മുമ്പിൽ ഷിഫക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഉമ്മ, എന്നാൽ ശരി കേട്ടോ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതാ അവൾ കോളേജിലേക്ക് പോകുവാൻ വേണ്ടി ഇറങ്ങുന്നു. ഒരുപാട് മനസ്സിനുള്ളിൽ നിരാശയുണ്ട്. നിരാശയോടെ അവൾ ആ പടി ഇറങ്ങിപ്പോയി. ഉമ്മാക്കും നല്ല സങ്കടമായി. പാവം, എൻ്റെ കുട്ടിയും വല്ലാതെ അങ്ങോട്ട് ആഗ്രഹിച്ചിരുന്നു തോന്നുന്നുണ്ട്. ഒന്നും പറഞ്ഞില്ലല്ലോ പിന്നെ അതിനെക്കുറിച്ച്. ഷിഫ നടന്നകലുന്നു നോക്കി അവളുടെ ഉമ്മ സങ്കടത്തോടെ നോക്കി നിന്നു. എന്നാൽ ഷിഫ ബസ്സിന് കാത്തു നിൽക്കാറുള്ള ആ ബസ് സ്റ്റോപ്പിൽ അന്നവിടെ അതാ അസ്കർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഷിഫയെ കണ്ടതും അസ്കറിന് വളരെയധികം സന്തോഷമായി. അവൻക്ക് ഷിഫയുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ ശരിക്കൊരു നാണമുള്ളതുപോലെ. അസ്കറിനെ ദൂരെ നിന്ന് കണ്ട ഷിഫ ശരിക്കും ഞെട്ടിപ്പോയി. പഠിച്ചോനെ, ഒരുപാട് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു, സ്വപ്നങ്ങൾ കണ്ടിരുന്നു. പക്ഷേ ഞാനിനി അവനോട് എന്ത് പറയും എനിക്കറിയുന്നില്ല. ഷിഫ നേരെ ചെന്നു ആ ബസ് സ്റ്റോപ്പിലേക്ക്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അസ്കർ ഷിഫയെ വിളിച്ചു. ഷിഫ, എന്താ മുഖത്ത് ഒരു വെളിച്ചമില്ലാത്തത്? എന്തു പറ്റി? അവൻ അറിയാത്ത രീതിയിൽ ചോദിച്ചു. അതൊന്നുമില്ല. എന്താ എക്സാം എങ്ങാനുണ്ടോ? ഇല്ലല്ല, അതൊന്നുമില്ല. പിന്നെന്തൊരു മൂഡ് ഓഫ്? ഇങ്ങനെയല്ലല്ലോ സാധാരണയായിട്ട് ഓടിച്ചാടി വരുന്ന ടീമാണല്ലോ. ഇന്ന് എന്ത് പറ്റി? ഒന്നുമില്ല അസ്കർ. എന്താ ബസ്സിന് പോകാൻ പ്രയാസമുണ്ടോ? ഞാൻ കൊണ്ടുവിടണോ? കാർ എടുത്തിട്ട്? ഹേയ്, നോ താങ്ക്സ്. ബസ്സിന് ക്യാഷില്ലേ? ഉണ്ട്, അതൊക്കെ ഉണ്ട്. എന്താ പതിവ് പോലെ സാധാരണയായി എന്നോട് ഇങ്ങോട്ടാണല്ലോ ചോദിക്കാറുള്ളത് ഓരോ കാര്യങ്ങൾ. ഇന്നിപ്പോൾ എന്തും ചോദിക്കാനും പറയാനൊന്നുമില്ലേ? അസ്കറുമായുള്ള വിവാഹം നടത്തുവാൻ ഉപ്പ സമ്മതിക്കില്ല എന്നറിയാം.
കാരണം അവൻ്റെ ബാപ്പയെക്കുറിച്ചുള്ള കഥകളെല്ലാം ഒരു പക്ഷേ എൻ്റെ ഉപ്പയോട് അവരെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം നിലനിർത്താൻ എൻ്റെ ഉപ്പ ആഗ്രഹിക്കുന്നില്ല. അതൊഴിവാക്കാനാണ് ഉപ്പ ശ്രമിക്കുന്നത്. പക്ഷേ അസ്കറിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ തന്നെ ദയനീയമായി നോക്കുകയാണ്. പാവം, അവൻ്റെ മുഖം മനസ്സിൽ നിന്നങ്ങ് മായില്ല. അത്രക്കും എന്തെന്നറിയില്ല, ഒരിഷ്ടം അവനോടങ്ങ് തോന്നിപ്പോയി. ഇതുവരെ വിവാഹാലോചനയുമായി ആരും എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇതെനിക്ക് എൻ്റെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പാവം ആ ഉമ്മ എന്നെ കാത്തിരിക്കുകയായിരിക്കും. ഒരുപാട് പ്രതീക്ഷയായിരിക്കും, ഒരുപാട് ആകാംക്ഷയോടെ ആയിരിക്കും ആ ഉമ്മ എന്നെ കാത്തിരിക്കുന്നത്. ആ ഉമ്മക്ക് ഞാനുണ്ടായി കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസമാണത്രേ. അതാ ബസ് വരുന്നു. ആ അസ്കർ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളതാ ബസ്സിൽ കയറി. അവൻ്റെ കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഷിഫ, എന്നായിരിക്കും നീ എൻ്റെ ബീവിയായി വരിക? അസ്കറിനെ ഉമ്മ കാത്തിരിക്കുകയാണ്. എവിടെ റബ്ബേ ഈ കുട്ടി? ഇന്ന് കാണുന്നില്ലല്ലോ. ഉമ്മ സിറ്റ് ഔട്ടിൽ കാത്തിരിക്കുന്നു. അതാ ദൂരെ നിന്നും അവൻ്റെ കാറ് വരുന്നു. അപ്പോഴാണ് ഉമ്മക്ക് സമാധാനമായത്. അവൻ അതാ ഡോർ തുറന്ന് പുറത്തിറങ്ങി ഉമ്മയോട് സലാം പറഞ്ഞു. വഅലൈക്കും അസ്സലാം. മോനെ, നമുക്ക് മറ്റേ കാര്യത്തെക്കുറിച്ച് അവർ പിന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്കത് പെട്ടെന്ന് അങ്ങോട്ട് സെറ്റാക്കണ്ടേ? അത് പറഞ്ഞപ്പോഴും അസ്കറിൻ്റെ മുഖം വല്ലാതെ അങ്ങ് വാടി. പക്ഷെ ഷിഫ തന്നോട് ഇന്നൊന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ വാതോരാതെ സംസാരിക്കുന്ന അവൾ ഇന്നൊരു മൂഡ് ഓഫിലാണ്. എന്താണാവോ? പഠിച്ചോനെ, എല്ലാം കൊളായോ? ഞങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അത് എൻ്റെ ബാപ്പയെക്കുറിച്ച് അറിയുമ്പോൾ എന്തൊക്കെ തന്നെയായാലും അത് ആർക്കും ഇഷ്ടപ്പെടില്ല, എനിക്കറിയാം. അവൻ വളരെയധികം ചിന്താമുഖനായി ഇരുന്നു. ഉമ്മ പറഞ്ഞു, എന്ത് പറ്റി മോനെ? എന്താ നിനക്കൊരു വല്ലായിക? ഹേയ്, ഒന്നുമില്ലമ്മ. പിന്നെ നമ്മളൊക്കെ കല്യാണമൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഉമ്മ അത് കിട്ടുന്നൊന്നും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. എന്താടാ, എന്തിൻ്റെ മോനെ അങ്ങനെ പറഞ്ഞത്? അസ്കറേ മോനെ, എന്താ അങ്ങനെ പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നം? ഉമ്മ, പ്രശ്നമൊന്നുമില്ല, പക്ഷേ എനിക്കങ്ങനെ ഒരു തോന്നൽ. എന്തു പറ്റി? നിന്നോട് ആരോ എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉമ്മ പറഞ്ഞിട്ടൊന്നുമല്ല, എനിക്കിങ്ങനെ തോന്നുക. നമ്മളെ ബാപ്പ അങ്ങനെയൊക്കെ നടക്കുന്ന സ്ഥിതിക്ക് അതിപ്പോൾ ആരെങ്കിലും മക്കളങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുമോ? അതും ബാപ്പാർ, പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ ഉപ്പമാർ അങ്ങനെ നിൽക്കണ സിറ്റുവേഷനുള്ള സ്ഥലത്തേക്കൊക്കെ അതൊക്കെ പ്രയാസമാണുമ്മ. തൽക്കാലം മോനെ, നീ അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ ഷിഫ, അവൾക്ക് അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നുമില്ല. അവൾ ധൈര്യമുള്ള കുട്ടിയാണ്. പിന്നെ അവൾക്ക് ഈ ബന്ധത്തിന് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നടക്കാതിരിക്കൂല. ഈ വിഷമിക്കല്ലേ. ഉമ്മ, എല്ലാം ഉണ്ട്. ഒരുപാട് സ്വത്ത്, സമ്പത്ത്, നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള ചുറ്റുപാട് കാര്യങ്ങൾ, സ്വന്തമായി സൂപ്പർ മാർക്കറ്റ്, സ്വന്തമായി പഠിച്ചു നേടിയ ജോലി എല്ലാം ഉണ്ട്. പക്ഷേ എന്താ മോനെ? പക്ഷേ എന്താ പറഞ്ഞത്? അല്ലേ, എല്ലാം ഉണ്ടായിട്ടെന്താ? വീട്ടിൽ ഒരാൾ അങ്ങനെ ആയിപ്പോയാൽ പിന്നീട് നമ്മൾക്ക് മുഴുവൻ ആ ഒരു ചീത്തപ്പേര് ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണിപ്പോൾ നടന്നതും. അതിന് മോനെ ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നീ വെറുതെ ഊഹിച്ചുണ്ടാക്കല്ലേ. എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് പറയും. അപ്പോൾ ഇന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. പിന്നെന്താ, നീ ടെൻഷൻ ആവില്ലടാ. വാ, ചായ കുടിക്ക്. ഉമ്മ അവന് മുമ്പിൽ ചായയും കടിയൊക്കെ വിളമ്പി കൊണ്ടുവന്ന് വെച്ചു. ഇതാ, കഴിക്ക്. പിന്നെ മോനെ, നീ ഇങ്ങനെ ടെൻഷൻ ആവരുത്. ഉമ്മാക്ക് കീയേ ഉള്ളൂ, അതീ മറക്കരുത്. എൻ്റെ ബാപ്പാൻ്റെ സ്വഭാവം എനിക്കറിയണമല്ലോ. എൻ്റെ ബാപ്പാൻ്റെ അടുത്തുനിന്ന് എനിക്കൊരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ല. എനിക്ക് താങ്ങായി തണലായി നിന്നത് എൻ്റെ പൊന്നു മോനാണ്. എൻ്റെ മോൻ തളർന്നു കഴിഞ്ഞാലേ ഈ ഉമ്മയുടെ സ്ഥിതി പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഒന്നുകൊണ്ട് എൻ്റെ കുട്ടി ടെൻഷൻ ആവരുത്. എല്ലാം ശരിയാവും, നോക്കിക്കോ. ഷിഫയെ തന്നെ എൻ്റെ കുട്ടിക്ക് കിട്ടും, ഈ നോക്കിക്കോ. ഉമ്മയുടെ ആ ധൈര്യം പകരുന്ന ആ ഒരു വാക്ക് കേട്ട് അസ്കറിന് ശരിക്കും മനസ്സിനുള്ളിൽ ഒരു ധൈര്യം വന്നതുപോലെ. പക്ഷേ എങ്കിലും ചെറിയൊരു നിരാശയുണ്ടായിരുന്നു. എന്ന് ഷിഫയുടെ മുഖത്ത് ആ നിറഞ്ഞ പുഞ്ചിരിയില്ല. അവളുടെ ആ പഴയ ഉത്സാഹമൊന്നും അതിൽ കാണുവാനില്ല. ഇനി വീട്ടുകാരെന്തെങ്കിലും എതിർത്ത് പറഞ്ഞോ എന്തോ ആവോ, അതിനെക്കുറിച്ചറിയാൻ അവനക്ക് വല്ലാത്തൊരു ഉത്കണ്ഠയുണ്ടായിരുന്നു. പക്ഷേ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടെൻഷനായിരിക്കും. ഉമ്മയോടുകൂടി പറഞ്ഞാൽ പിന്നെ പറയണ്ട. പാവൻ്റെ ഉമ്മ ജീവിതത്തിൽ സുഖം എന്താണെന്ന് അനുഭവിച്ചിട്ടില്ല, സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല.
എന്നും ടെൻഷനാണ്, ഭയമാണ്. ബാപ്പാൻ്റെ ആ ഒരു കാട്ടിക്കൂട്ടലുകൾ, അതും സ്വന്തം ഭാര്യയായ തൻ്റെ ഉമ്മയുടെ മുമ്പിൽ വെച്ച് മറ്റു പെണ്ണുങ്ങളോടുള്ള കൊഞ്ചിക്കുഴയിലും സംസാരവും, ഉമ്മയെ താത്തിക്കെട്ട് സംസാരിക്കുക, അതൊക്കെ എൻ്റെ ഉപ്പാക്ക് സ്ഥിരം ശീലമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് സന്തോഷവും സമാധാനവും ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ഇനി ഞാനായിട്ട് അത് തകർക്കുവാനും പോണില്ല. എന്തൊക്കെ തന്നെയാലും നേരിടുക തന്നെ. ഉമ്മ, നമുക്ക് നിന്ന് പുറത്തേക്ക് പോയാലോ? മോനെ എങ്ങോട്ട്? അല്ല, എങ്ങോട്ടെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാലോ? അല്ലാതെ ഇപ്പോൾ ഇതിനുള്ളിൽ ഇപ്പോൾ അങ്ങനെ നിന്നിട്ട്. മോനെ അൽഹംദുലില്ലാ, എന്നാലും കുറച്ചൊക്കെ ഇപ്പോൾ പോകുന്നുണ്ടല്ലോ ഞാൻ മോൻ്റെ കൂടെ. മറ്റേത് ആ വലിയ കൊട്ടാരത്തിൻ്റെ ഉള്ളിലെ പേടിച്ച് വിറച്ച് നിൽക്കലല്ലേ എൻ്റെ പണി. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പിന്നെ വെച്ചേക്കില്ല. അവിടെ ഉണ്ടാകും എപ്പോഴും കുറേ മഹാറാണിമാർ ബാപ്പയോടൊപ്പം ചുറ്റുമിരുന്ന് കുശലം പറയാനും അവരെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനൊക്കെ. ഭാര്യയായ എനിക്ക് സ്ഥാനമില്ല, മറ്റു പെണ്ണുങ്ങൾക്കാണ് അവിടെ കൂടുതൽ സ്വാതന്ത്ര്യം എന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റാത്തതായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അയാൾ വെച്ചേക്കില്ല. അങ്ങനെയായിരിക്കും. മടുത്തു, ഒരുപാട് സഹിച്ചു, ഇനി വയ്യ. ഇനി ഒരിക്കലും അയാളുടെ മുഖം കാണുന്നത് എനിക്കിഷ്ടമല്ല. ഉമ്മ, ബാപ്പയൊക്കെ കാലൊടിഞ്ഞ് അവിടെ കിടക്കുകയാണ്, ഇനി മൂപ്പരെ എണീക്കൂല. നിങ്ങൾ ആ കാര്യത്തിൽ വിഷമിക്കണ്ട. കാലൊടിഞ്ഞാലും കൈയൊടിഞ്ഞാലും രണ്ട് ഭാഗത്തും ഉണ്ടാവുമല്ലോ പെണ്ണുങ്ങൾ മൂപ്പരെ തിരുമ്മാനും പിടിക്കാനൊക്കെ ആയിട്ട്. നമ്മളാവശ്യമൊന്നും എൻ്റെ ബാപ്പാക്കില്ലല്ലോ പറഞ്ഞ് ഉമ്മ കണ്ണുകൾ തുടച്ചു. ഉമ്മ, ഹേയ് കരയല്ലേ, നിങ്ങൾ കരയല്ലേ. എന്തായാലും ബാപ്പാൻ്റെ പഴയ ഉസുറൊക്കെ അവിടെ നിന്നിക്കണ്. അതൊക്കെ ഷമ്മാസ് ശരിയാക്കിക്കണ്. ആ കാര്യത്തിലൊന്നും ഇനി പേടിക്കണ്ട. പെട്ടെന്ന് ഓടിക്കതിച്ച് ഉമ്മാൻ്റെ അടുത്തേക്ക് വരൂല. എന്തൊക്കെ തന്നെയാലും ഒരു വടിൻ്റെ സപ്പോർട്ടില്ലാതെ ബാപ്പാക്ക് എണീക്കാൻ കഴിയൂല. നിങ്ങൾ നോക്കിക്കോളി, പഠിച്ചവനായിട്ട് കൊടുത്തതാണ് ശിക്ഷ. ഉമ്മ എന്തോ ഒരു ചിന്തയിൽ മുഴുകി. ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും പേറിയ ആ ഒരു ദിനങ്ങൾ. ഉമ്മ, നിങ്ങൾ പഴയതിനെ കുറിച്ചൊന്നും ചിന്തിക്കരുത് കേട്ടോ. ഉമ്മാക്ക് ഞാനുണ്ട് എല്ലാത്തിനും. ഒരിക്കലും പഴയത് ചിന്തിക്കരുത്. ഉമ്മ വേഗം ഡ്രസ്സ് മാറ്റിക്കണി, നമുക്കൊന്ന് പുറത്ത് പോയി വരാം. അസ്കർ പറയുന്നത് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഉമ്മ അനുസരിക്കുന്നു. ഉമ്മ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി. ഉമ്മ വരി. കാറിൻ്റെ മുൻസീറ്റിൽ ഉമ്മ ഇരുന്നു. ഉമ്മക്ക് ഡ്രൈവ് ചെയ്യണോ? എന്താ മോനെ ഈ പറയണത്? എന്താ, എത്ര പെണ്ണുങ്ങൾ ഓടിച്ചു പോകുന്നു. അപ്പോൾ ഞാനൊന്ന് പഠിപ്പിച്ചു തന്നാലോ? നമുക്ക് ഒഴിഞ്ഞൊരു ഗ്രൗണ്ടിലേക്ക് അങ്ങോട്ട് പോകാം. എന്നിട്ട് എന്താ, നടക്കൂലേ? മോനെ, വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും വിചാരിച്ചാൽ എന്തും നടക്കും. നടക്കാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷെ എന്തിനാടാ എനിക്ക്? അല്ലുമ്മ, അതൊക്കെ ഒരു അഭിമാനമല്ലേ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ. മോനെ, ഈ ഒരു പ്രായത്തോ? ഉമ്മ, ഇതൊക്കെ ഒരു പ്രായമാണോ? 10-22 വയസ്സായൊരു മോനുണ്ട് മൂത്തത്. അങ്ങനെ എത്രയോ ആളുകൾ വയസ്സായ പെണ്ണുങ്ങളൊക്കെ ഓടിക്കുന്നുണ്ട്. എന്താ ഉമ്മാക്ക്? അതൊന്നല്ല മോനെ, അതൊക്കെ നോക്കാം നമുക്ക്. നിങ്ങൾ കയറുമ്മ. ഒരു ഗ്രൗണ്ടിലേക്ക് ഫസ്റ്റ് കൊണ്ടുപോയിട്ട് നിങ്ങളെ ഒന്ന് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയെന്നുള്ളത്. മോനെ, എന്തിനാണ് വേണ്ടാത്ത പണി എടുക്കുന്നത്? ഉമ്മ, എന്ത് വേണ്ടാത്ത പണി? ഒരിക്കലുമില്ല. ഞാനെന്തായാലും ഫ്രീ ആയി നിൽക്കുകയാണ്. അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയാലും എൻ്റെ ഉമ്മക്ക് കാറെടുത്ത് പോവാലോ. എന്താ മോനെ, ഈ എന്താടേ ഈ പറയണത്? ഉമ്മയുടെ മനസ്സ് മാറ്റിമറിക്കുകയായിരുന്നു അവൻ്റെ ഉദ്ദേശം. ആ ഒരു സ്ഥിതിയിലേക്ക് ഉമ്മയെ കൊണ്ടുവന്നാൽ ഉമ്മാക്ക് കൂടുതൽ അതിനെക്കുറിച്ച് താല്പര്യവും ആകാംക്ഷയും വർദ്ധിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ പഴയ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കുവാൻ വേണ്ടി അതാ അസ്കർ ഉമ്മയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു. ഉമ്മ, ഡ്രൈവിംഗ് സ്കൂളിൽ പോകണോ? ഹേയ് മോനെ, അതൊന്നും വേണ്ടട്ടോ, അതൊന്നും കഴിയൂല. എന്താ ഉമ്മ, ഏത് പ്രായക്കാർക്കും പഠിപ്പിച്ചു കൊടുക്കും അവർ, ഒരു വിഷയവുമില്ല. പക്ഷേ അതിനു മുമ്പായിട്ട് എൻ്റെ ഉമ്മയെ ഞാനൊന്ന് പഠിപ്പിച്ചു തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റിന് വേണ്ടി മാത്രം ഒന്ന് അങ്ങോട്ട് പോയാൽ മതി, അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോരെ. ഈ മോൻ്റെ ഒരു കാര്യം. അവരിതാ കാറിൽ യാത്ര പോകുന്നു. എങ്ങോട്ടെന്നില്ലാതെ. ഉമ്മ, കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് നമുക്കൊരു ഒഴിഞ്ഞ സ്ഥലം കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ആയിരിക്കും നല്ലത്. ആദ്യം നമുക്ക് ഒരു ഫുഡൊക്കെ ഒന്ന് സെറ്റാക്കാം. മോനെ ഇപ്പോൾ കഴിച്ചതല്ലേ ഉള്ളൂ. അങ്ങനെയല്ല, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെറുതെന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് നമുക്കൊരു ഹാപ്പി ആയിട്ട് വരാം. അങ്ങനെ അതാ അസ്കറിൻ്റെ കൂടെ ഉമ്മ ആ കടയിലേക്ക് കയറുന്നു. അവിടെ നിന്ന് ചെറിയ രീതിയിൽ ഒരു സ്നാക്കും ചായയൊക്കെ കഴിച്ചിട്ട് അവർ വീണ്ടും അതാ വാഹനത്തിൽ കയറി ഒഴിഞ്ഞ ഒരു ഗ്രൗണ്ടിലെത്തി. ആ കാറിൽ ഉമ്മയെ ഇരുത്തി ബിസ്മി ചൊല്ലിക്കൊണ്ട് അവർ കയറി. മോനെ, എനിക്ക് പേടിയാ വന്നു. എന്തിനുമ്മ? പിന്നെ ആക്സിലേറ്റർ അത് പതുക്കെ ഒന്ന് ഒരു അനക്കം ജസ്റ്റ് ഒന്ന് വെച്ചെടുത്താൽ മതി കേട്ടോ.
അമർത്തിയൊന്നും ചവിട്ടരുത് കേട്ടോ. പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനില്ലേ ഉമ്മ നിങ്ങളുടെ കൂടെ. പിന്നെന്തിനാ പേടിക്കുന്നത് മോനെ? അപ്പോഴേക്കും അതാ മോനെ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഉമ്മ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഒരു പേടിയും പേടിക്കണ്ട. മറ്റത് നമ്മൾ ഗിയർ മാറ്റലും ക്ലച്ച് ചവിട്ടലും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് ഓട്ടോമാറ്റിക് അല്ലേ. ഏത് സ്ത്രീകൾക്കും സിമ്പിളായി പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാറാണിത്. അതുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് ഇതായിരിക്കും ബെസ്റ്റ്. ഇനി മറ്റൊന്നും നിൽക്കണ്ട. ജസ്റ്റ് പതുക്കെ ഒന്ന് ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് ആ മോൻ പറഞ്ഞ രീതിയിൽ വെറുതെ ഒന്നിങ്ങനെ റൗണ്ട് അടിച്ചു 1-2 പ്രാവശ്യം. അങ്ങനെ ചെയ്തപ്പോൾ തന്നെ ആ ഉമ്മക്ക് കൂടുതൽ ഇൻട്രസ്റ്റായി മാറി. കാറിൽ നിന്ന് ഇറങ്ങി വാ മോനെ ഇനി പോകാം എന്ന് പറഞ്ഞ് അവർ പുറത്തിറങ്ങിയപ്പോൾ ഈ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അയാൾ ആ കാഴ്ച കണ്ട് ഞെട്ടി. ഇത് ഹാജിയുടെ ഭാര്യയല്ലേ? മൂപ്പരെ മോനുമാണല്ലത്. ആഹാ, ഇതിപ്പോൾ എന്താ കാർ ഓടിച്ച് പഠിക്കേ? ആഹാ, ഇത് തിരക്കടില്ലല്ലോ. മൂപ്പരും ഭാര്യയും വലിയ പിണക്കത്തിലാണ്, ഇവിടെ ഇല്ല എന്നൊക്കെയല്ല പറഞ്ഞു കേട്ടിരുന്നത്. എന്തായാലും മൂപ്പരോട് കാര്യങ്ങളൊന്ന് പറയണം. അസ്കറും ഉമ്മയും കാറിൽ കയറി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി. ഉമ്മ നമുക്കിത് വേറെ സ്ഥലത്തേക്കൊന്ന് പോവാം, ജസ്റ്റ് ഒന്ന് കാണാം, ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട്. വെറുതെ ഇപ്പം എന്താ വീട്ടിലിരുന്നിട്ട്. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു ഞാൻ തരാം. നമുക്ക് ഏതെങ്കിലും മാളിലൊക്കെ ഒന്ന് കയറിയിട്ട് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്ന് ഹാപ്പി ആകാം. മോനെ എന്തിനാടാ, ഇഷ്ടം പോലെ ഡ്രസ്സൊക്കെ ഇല്ലേ? അങ്ങനെയല്ല, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എന്ത് സാധനം വാങ്ങാലോ. അസ്കർ ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് മാളിനകത്തേക്ക് കയറി. കാണാത്ത പല പല കാഴ്ചകളും തൻ്റെ മോനാണ് ഉമ്മക്ക് കാണിച്ചു കൊടുത്തത്. ഹുസൈനാജിയുടെ കൂടെ ഒരിക്കൽ പോലും ഇങ്ങനെയൊന്നും വന്നിട്ടില്ല. ഒരുപാട് അത്ഭുത കാഴ്ചകളെല്ലാം അവർ കണ്ടു. ഉമ്മ ഇനി നമുക്ക് ദുബായിലൊന്ന് പോയി വരണം കേട്ടോ. അവിടെ പോയിട്ട് എൻ്റെ ഉമ്മക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് അടിപൊളിയായിട്ട് എന്താ അവിടെ നിന്നൂടെ? അല്ല, അതിപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്താ മോനെ ഈ പറയണത്? അപ്പോൾ കല്യാണം കഴിച്ചിട്ട് നമുക്ക് വേഗം അതല്ലേ വേണ്ടത്? ഉമ്മ അതൊക്കെ പിന്നെ ആക്കാം. എന്താടാ ഈ അങ്ങനെ പറഞ്ഞത്? അങ്ങനെയല്ലായിരുന്നല്ലോ ഈ പറഞ്ഞത്. ഞാൻ പോവാണ്, ഉമ്മാൻ്റെ കൂടെ അവളുണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിപ്പോൾ എന്ത് പറ്റി? അതൊക്കെ ഉമ്മ പിന്നെ ആക്കാം. നമുക്ക് 2 പേർക്കും അങ്ങോട്ട് ഫ്ലൈറ്റ് കയറാം, അതായിരിക്കും നല്ലത്. മകൻ്റെ ആ സംഭാഷണത്തിൽ, ആ ഒരു സംസാരത്തിൽ എന്തൊക്കെയോ ഒരു ഇതുണ്ട് എന്നുള്ള കാര്യം അതാ അസ്കറിൻ്റെ ഉമ്മാക്ക് ബോധ്യപ്പെടുകയാണ്. ഇല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തോ അത് മുടങ്ങി റബ്ബേ ആ കല്യാണം. പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് ഇനി പെണ്ണൊന്നും കിട്ടൂലേ? ബാപ്പാൻ്റെ ഈ ദുശീലം കൊണ്ട് എന്താ റബ്ബേ ചെയ്യാം? ഉമ്മാക്ക് ശരിക്കും സങ്കടമായിരുന്നു. ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നതായിട്ട് അതാ അവൻ ശ്രദ്ധിക്കുന്നു. എന്തു പറ്റി ഉമ്മ? ഇല്ല മോനെ, ഒന്നുമില്ല. എന്താ ദുബായിലേക്ക് പോകുന്നത് ഇഷ്ടമല്ലേ? എന്നാ വേണ്ട, ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെ ഇവിടെ നിന്നോളാം, അവിടെ നോക്കാനൊക്കെ ആൾക്കാരുണ്ടല്ലോ. മോനെ അതല്ല, എൻ്റെ കുട്ടിൻ്റെ കല്യാണം അത് മുടങ്ങിയോ? ഹേയ്, ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല. ഹേയ്, എന്തുമ്മ വെറുതെ വരാൻ ചിന്തിക്കുന്നത്? സത്യം പറയടാ, അവരെന്തെങ്കിലും പറഞ്ഞോ നിന്നോട്? ഇല്ല ഉമ്മ, സത്യമായിട്ടും. പിന്നെന്താ നീ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ ഉമ്മയെ കൂടെ കൂട്ടി പോവുകയാണെന്നുള്ളത്. സാധാരണയായിട്ട് ഷിഫയെയും കൊണ്ട് എന്നുള്ളൊരു വാക്കുണ്ടാവാറുണ്ട്. ഇന്ന് അതൊന്നും ഇല്ലല്ലോ. എന്തു പറ്റിയടാ, സത്യം പറ. ഉമ്മ മുടങ്ങിയിട്ടൊന്നുമില്ല. ആര് പറഞ്ഞു? ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞെന്ന് മാത്രം. അവരതാ അവിടെ നിന്ന് തിരിച്ചു പോരുന്നു. ഉമ്മക്ക് ശരിക്കും നല്ല ടെൻഷനുള്ളത് പോലെ തോന്നി. ഉമ്മ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കാര്യങ്ങളെല്ലാം വളരെയധികം ക്ലിയറാണ്. നിങ്ങളൊന്നും ചിന്തിക്കണ്ട അതിനെക്കുറിച്ച്. അന്ന് വൈകുന്നേരം അതാ ഷിഫ അവരുടെ വീട്ടിലേക്ക് വരുന്നു. ഷിഫയെ കണ്ടപ്പോൾ ഉമ്മ ശരിക്കും ഒന്ന് ഞെട്ടി. പഠിച്ചോനെ, ഈ കുട്ടി എന്ത് നല്ല കുട്ടിയായിരുന്നു റബ്ബേ. ആ കുട്ടി ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോ ഉമ്മ എന്ന് പറഞ്ഞ് അവൾ ഉമ്മയുടെ അടുത്തിലെത്തി. മോളെ, ഇന്ന് ഞങ്ങൾ പർച്ചേസിങ്ങിനൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്താ വാങ്ങിയത്? അല്ലേ, ഏതോ മാളിലൊക്കെ കൊണ്ടുപോയി അവൻ എന്തൊക്കെയോ വാങ്ങി, ഫ്രിഡ്ജിലൊക്കെ അത് വെച്ചിട്ടുണ്ട്, എടുത്ത് തിന്നോ. അവൾ പെട്ടെന്ന് അതാ ആ ഭാഗത്തേക്ക് പോയി. അവിടെ അതാ അസ്കർ ഇരിക്കുന്നുണ്ടായിരുന്നു. അസ്കു, എന്താകെ ടയേർഡായിരിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല ഷിഫ. എപ്പോഴാണ് ക്ലാസ് കഴിഞ്ഞ് വന്നത്? ഞാൻ കുറച്ച് സമയമായി, ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാണ്. അസ്കറിൻ്റെ മുഖത്തും നല്ലൊരു സങ്കടം നേലിച്ചിരുന്നു. അവളത് കണ്ടു. അസ്കു, എന്തു പറ്റി? ഷിഫ, അപ്പോൾ നമ്മളൊന്നും ആർക്കും പറ്റൂലല്ലോ.
ഞാനൊക്കെ ആര് പറഞ്ഞു? ആരാണ് പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞോ? എനിക്കിഷ്ടമാണ് അസ്കുവിനെ സത്യമായിട്ടും. ആ ഒരു വാക്ക് കേട്ടപ്പോൾ അസ്കറിൻ്റെ മനസ്സിൽ സന്തോഷങ്ങൾ കൊണ്ട് 1000 പൂത്തിരികൾ വിരിഞ്ഞു. ഷിഫ, സത്യമായിട്ടും എന്നോട് ഇഷ്ടമുണ്ടോ? എന്താ അസ്കു ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് അറിയുന്നതല്ലേ, പിന്നെ എന്നെ കൊണ്ട് പറയിപ്പിക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഉമ്മയുടെ അടുക്കലേക്ക് പോയി. അപ്പോഴാണ് അസ്കറിന് സമാധാനമായത്. പഠിച്ചോനെ, ഓ ഭാഗ്യം. ഞാൻ വിചാരിച്ചു എന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ വിഷയങ്ങൾ കൊണ്ട് അവരൊഴിവായി പോയി എന്ന് ഞാൻ വിചാരിച്ചു. അൽഹംദുലില്ലാ. അസ്കർ സമാധാനത്തോടെ നെഞ്ചത്ത് കൈവച്ചു. അവൻ സന്തോഷത്തോടെ ഉമ്മയുടെ അടുക്കിലേക്ക് വന്നു. ഉമ്മ, മോനെ, ഷിഫ വന്നിരുന്നല്ലോ, നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ആ, ഷിഫ വന്നു, സംസാരിച്ചു പോയി. എന്താ? മോൻ്റെ മുഖത്ത് നല്ലൊരു സന്തോഷം വിരിഞ്ഞതായിട്ട് ആ ഉമ്മ കണ്ടു. ഉമ്മ, അപ്പം നമുക്ക് ദുബായിലേക്ക് പോകുമ്പോൾ ഷിഫിയേയും കൊണ്ടങ്ങ് പോവാല്ലേ? അതല്ല നല്ലത്? നമുക്ക് 3 പേർക്കും അവിടെ താമസിക്കാലോ. മോനെ. അപ്പോഴാണ് ഉമ്മയുടെ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിച്ചത്. മോനെ, അതേടാ, സത്യമായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഷിഫ വേണം. അവളില്ലാതെ പിന്നെ എന്താടാ? ഞാനും നീയും അവളും അതൊരു സ്വർഗമായിരിക്കും. എനിക്ക് സത്യമായിട്ടും ആ പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ്. അത് കേട്ട് അതാ അവൻ ചിരിക്കുന്നു. പെട്ടെന്ന് ഷിഫ അങ്ങോട്ട് വന്നു. അല്ല, എന്തോ ഉമ്മയും മോനൊക്കെ നല്ല ഹാപ്പിയിലാണല്ലോ. മോളെ, നിന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാണ് ഈ ഇങ്ങോട്ട് കയറി വരാമെന്ന് ആലോചിച്ചിട്ടേ. അത് കേട്ട് ഷിഫ ചിരിച്ചു. ഉമ്മ, അതിനൊക്കെ സമയമുണ്ടല്ലോ. അല്ലേ, അവൻ പറയാം നമുക്ക് അങ്ങോട്ട് വിദേശത്തേക്ക് പോയാലോ എന്ന്. അവിടെ ആഹാ, അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പം മോളെ, നിൻ്റെ പഠനമൊക്കെ പിന്നെയും വേണമെങ്കിൽ ആവാലോ. എനിക്ക് പിന്നെ വലിയൊരു താല്പര്യമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഓൺലൈനായിട്ടൊക്കെ പഠിക്കണം, അങ്ങനെ എനിക്ക് താല്പര്യമുള്ളൂ. സത്യമായിട്ടുമ്മ, എനിക്കങ്ങനെ ജോലിക്ക് പോകണമെന്നോ പഠിക്കണമെന്നോ വലിയ താല്പര്യമൊന്നുമില്ല. എന്തെന്നറിയില്ല. അത് കേട്ട് ആ ഉമ്മയുടെ മനസ്സ് സന്തോഷിച്ചു. അപ്പോൾ മോളെപ്പോഴും ഞങ്ങളെ കൂടെ ഉണ്ടാവൂലേ? അല്ലാതെ നിന്നെ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവില്ലല്ലോ. മോൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാട്ടോ. പഠിക്കണമെങ്കിൽ പഠിക്കാം, അത് പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. ആ മോളുടെ ഇഷ്ടം പോലെ. ഉമ്മ, സത്യമായിട്ടും എനിക്ക് ഡോക്ടറാവാനും നേഴ്സാവാനും അങ്ങനെയൊന്നും വലിയൊരു താല്പര്യമൊന്നുമില്ല. സത്യമായിട്ടും എനിക്ക് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലത്തെ ജോലിയൊക്കെ ചെയ്ത് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്ത് ജീവിക്കണം. അതാണ് എനിക്കിഷ്ടം. അവളുടെ വാക്കുകൾ കേട്ട് അസ്കറത ചിരിക്കുന്നു. ഇങ്ങനെ ഉണ്ടാവുമല്ലോ പെൺകുട്ടികൾ. മോനെ, ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ 100-1 മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും പഠിക്കണം, ജോലി ചെയ്യണം, സ്വന്തമായി സമ്പാദിക്കണം എന്ന ആഗ്രഹമുള്ളവരായിരിക്കും. പക്ഷേ ഇങ്ങനെ, സത്യം പറഞ്ഞാൽ ഷിഫ നമുക്കുള്ളത് തന്നെയാണ്. ഉമ്മ സന്തോഷിച്ചു. ഇന്ന് വൈകുന്നേരം അവളുടെ വീട്ടിലൊന്ന് പോകണം. പോയിട്ട് കാര്യങ്ങളൊന്നും കൂടെ ഒന്ന് സംസാരിക്കട്ടെ. ഇനി പെട്ടെന്ന് ആക്കാം, ഒന്ന് വൈകിപ്പിക്കണ്ട. ഷിഫയുടെ മനസ്സിലും ഒരുപാട് സ്വപ്നങ്ങൾ പൂത്തെളിയുന്നുണ്ടായിരുന്നു. അസ്കൊക്കയുടെ കൂടെയുള്ള ജീവിതം, ഉമ്മയുടെ കൂടെയുള്ള ജീവിതം എല്ലാം നല്ല ഹാപ്പി ആയിരിക്കും, നല്ല രസമായിരിക്കും. അവൾ അവിടെയുള്ള ആ ഗാർഡനിലെ പൂക്കളുകൾ നോക്കി ചിരിച്ചു. അവളുടെ മനസ്സിൽ 1000 പ്രതീക്ഷകൾ, ചിന്തകളിങ്ങനെ മുളച്ചുകൊണ്ടിരുന്നു. ഇതുവരെ ഇല്ലാത്ത സന്തോഷങ്ങൾ ഷിഫയുടെ മനസ്സിൽ വന്നു. അവൾ ഗാർഡനിലേക്ക് ഇറങ്ങിയപ്പോൾ അതാ അസ്കറും ഇറങ്ങുന്നു. ഷിഫ, നിനക്ക് ഏത് പൂവാ ഇഷ്ടം? എടുത്തോ. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാ പൂക്കളും എനിക്കിഷ്ടമാണ്. എനിക്ക് ഗാർഡനിങ് ഒക്കെ ഇഷ്ടമാണ് ഒരുപാട്. അസ്കുവിനും ഇഷ്ടമല്ലേ? എനിക്കും ഇഷ്ടമാണ്. ഇതൊക്കെ ഞാൻ നനച്ചുണ്ടാക്കുന്നത് തന്നെയല്ലേ. അസ്കു, നമുക്കെന്നാൽ വലിയൊരു പൂന്തോട്ടം ഉണ്ടാക്കണം കേട്ടോ ഇനി മുതൽ. എന്നിട്ട് അതിൽ ഒരുപാട് മനോഹരമായ പുഷ്പങ്ങൾ വിരിയിപ്പിക്കണം. പോരെ? തീർച്ചയായും ഷിഫ, നിൻ്റെ ഒരു സമ്മതം മാത്രം മതി. ബാക്കി എല്ലാം സെറ്റാണ്. ഉമ്മ, എന്നാൽ ഞാൻ വരാട്ടോ എന്ന് പറഞ്ഞ് അസ്കറിൻ്റെ ഉമ്മയോട് യാത്ര പറഞ്ഞുകൊണ്ട് അതാ ഷിഫ അവിടെ നിന്ന് ഇറങ്ങുന്നു. അവൾ അസ്കറിനെ ഒരിക്കൽ കൂടി നോക്കി. ആ ഒരു നോട്ടം അസ്കറിൻ്റെ ഇടനെഞ്ചിൽ കൊണ്ടു. അവൾക്ക് അവനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വന്നു. തിരിച്ചങ്ങോട്ടും ഷിഫ അവളുടെ വീട്ടിലേക്ക് പോകുന്നത് അതാ അസ്കർ നോക്കിക്കൊണ്ടേ ഇരുന്നു. അത് ഉമ്മ കണ്ടു. ഉമ്മയുടെ മനസ്സിലും സന്തോഷമായി. മോനെ, ഇനി മതി, നിക്കാഹ് കഴിഞ്ഞിട്ടാവാം എന്ന് പറഞ്ഞ് ഉമ്മ അവനെ കളിയാക്കി. അവൻ നാണം കൊണ്ട് മുഖം പൊത്തി. ഉമ്മയോട് പറഞ്ഞു, ഹേയ്, അങ്ങനെയൊന്നുമില്ലമ്മ, ഞാൻ വെറുതെ ആയിക്കോട്ടെ, നടന്നോട്ടെ, പഠിച്ചോനെ, എല്ലാം നീ ഹൈറിലാക്കല്ല. ആ ഉമ്മ മനം നൊന്ത് ദുആ ചെയ്തു.
ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.